ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തതിനെ എങ്ങനെയാണ് അഭിരാമി നോക്കിക്കാണുന്നത്? ശുദ്ധ തെമ്മാടിത്തരാണ് അമേരിക്ക ചെയ്തത്. ഇന്ത്യ ക്ഷണിച്ചിട്ട് നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാമെന്ന് മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലാണ് ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. 100ഓളം നാവികർ കൊല്ലപ്പെട്ട ഒരു വാർത്തയാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. ഈ മേഖലയെ കൂടി യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ അമേരിക്ക നടത്തിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ നിന്നും നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങുന്ന ഇറാൻ യുദ്ധക്കപ്പലിനെ ആക്രമിച്ച് കടലിൽ മുക്കുക എന്നത് ചതിപ്രയോഗത്തിലൂടെ ശരിക്കും പിന്നിൽ നിന്ന് കുത്തുന്നതിന് സമമാണ്. അത് വലിയൊരു കേമത്തരമൊന്നുമല്ല. ഇതിനെതിരെ ആദ്യം തന്നെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നത് ഇന്ത്യയാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് അത്തരമൊരു പ്രതികരണം ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇമേജിനെയാണ് ശരിക്കും ബാധിക്കാൻ പോകുന്നത്. സ്വന്തം രാജ്യത്തിന്റെ തുറമുഖം ഇന്ത്യക്കായി വിട്ടു നൽകിയ രാജ്യമാണ് ഇറാൻ. അത്തരമൊരു രാജ്യത്തിന്റെ കപ്പൽ ആക്രമിച്ചതിനെതിരെ എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കണമായിരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ആക്രമണം നടന്നത് ശ്രീലങ്കൻ തീരത്താണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇന്ത്യൻ നേവി അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സുരക്ഷാ പിഴവ് കൂടിയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ ഈ യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്നു പോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കില്ലേ? തീർച്ചയായിട്ടും ലോകവ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധി ഇത് സൃഷ്ടിക്കും. അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ പ്രകടമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതിന് അമേരിക്കയുടെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളുടെയും എത്ര കപ്പലുകൾ ഇറാൻ കടലിൽ മുക്കുമെന്നത് ഇനി നമ്മൾ എല്ലാവരും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനാൽ അതുവഴിയുള്ള ചരക്ക് നീക്കത്തിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അകമ്പടി പോകുമെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. ഡോൺ നോക്കിക്കോ, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആ കപ്പലുകൾ മുഴുവൻ ഇറാൻ സൈന്യം എന്തായാലും കടലിൽ മുക്കും. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് എന്തായാലും കഴിയില്ല. അത്രയ്ക്കും ആധിപത്യം ആ ഒരു മേഖലയിൽ ഇറാനുണ്ട്. സ്വയം കണിയിൽ വീണ് കൊടുക്കാൻ അമേരിക്കൻ സേന തയ്യാറാകുമോ എന്നാണ് ഇനി എന്തായാലും കണ്ടറിയേണ്ടത്. ഇറാനിന് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ അവസാനം വരെ പോരാടുക മാത്രമല്ല, പ്രോക്സികളെയും മറ്റു നെറ്റ്വർക്കുകളെയും സജീവമാക്കുകയും ചെയ്യും. അത് ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ചൈനയുടെയും റഷ്യയുടെയും എണ്ണക്കപ്പലുകൾ തടയില്ലെന്ന് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ കപ്പലുകൾ തടയപ്പെടാൻ അപ്പോൾ സാധ്യതയുണ്ടാകുമോ? ഈ ലോകത്തിലെ 1/5 എണ്ണ വിതരണവും നടക്കുന്ന ഹോർമൂസ് കടലിടുക്കാണ് ഇറാൻ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. അത് ചൈനയെ മാത്രമല്ല ഇന്ത്യയും തീർച്ചയായിട്ടും എന്തായാലും ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണല്ലോ അവർ അവരുടെ തുറമുഖം പോലും നമുക്ക് വിട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടതും ഏത് രൂപത്തിലാണ് ഇറാൻ കാണുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർക്ക് നമ്മളോടുള്ള സമീപനമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യ ഇതുവരെ ഈ യുദ്ധത്തിൽ പങ്കാളിയായിട്ടില്ല. ഒരു രാജ്യത്തിനും നമ്മുടെ വ്യോമപാതയും തുറമുഖവും തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഇറാൻ ശത്രുപക്ഷത്ത് നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ഈ റഷ്യൻ പതാക വെച്ച് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണക്കപ്പലുകൾ ഒരു കാരണവശാലും ഇറാൻ ആക്രമിക്കുകയില്ല. അതെന്തായാലും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാരണം ലോകം ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഓസ്ട്രിയൻ ബൾഗേറിയൻ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധ വെലീന ടാക്കറോവ അഭിപ്രായപ്പെട്ടത് അഭിരാമിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതെ, ഞാനത് കണ്ടിരുന്നു. കൃത്യമായിട്ടുള്ളൊരു വിശകലനം തന്നെയാണ് NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പങ്കുവച്ചിരിക്കുന്നത്. ഒരാളും ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇറാൻ മുമ്പൊരിക്കലും ഈ ഒരു കടലിടുക്ക് അടച്ചിട്ടില്ലെന്നുമാണ് വെലീന ടാക്കറോവ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉപഭോക്താവ് ചൈന ആയതിനാലാണ് ഈ ചൈനീസ് കപ്പലുകൾക്ക് അനുമതി നൽകിയതെന്ന കാര്യവും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് അകമ്പടി സേവനം ആരംഭിക്കുമ്പോൾ ഇറാൻ കപ്പലുകളെ ആക്രമിക്കുവാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും വലിയ രൂപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതും ഇതേ അപകട സാധ്യതയെ കുറിച്ച് തന്നെയാണ്. ഈ യുദ്ധം ചെയ്ത് പരിചയമുള്ള ഇറാൻ അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളുമാണ് തെറ്റിക്കാൻ പോകുന്നത്. ഈ യുദ്ധം ഇനി എത്ര നാള് തുടരും? ഈ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നിർത്തിയത് കൊണ്ട് മാത്രം ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പകയിലും രോക്ഷത്തിലുമാണ് ഇറാൻ സൈന്യവും അവിടുത്തെ ഒരു ജനതയും ഉള്ളത്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ വലിയ ശേഷിയുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. അവസാന നിമിഷം വരെ ഇറാൻ പോരാടുമെന്നതിനാൽ യുദ്ധത്തെക്കുറിച്ച് പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് വെലീന ടാക്കറോവ തന്നെ ആ ഒരു അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മേഖലയിൽ മാത്രമല്ല, അതിനപ്പുറത്തും ഇറാന്റെ പ്രോക്സികളെയും അതുപോലെ തന്നെ നെറ്റ്വർക്കുകളെയും അവരെന്തായാലും സജ്ജമാക്കും. അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധത്തിന്റെ പൂർണ്ണഫലം നമ്മൾ കാണാൻ പോകുകയാണ് എന്നും വെലീന ടാക്കറോവ പോലുള്ള ഒരാൾ പറയുമ്പോൾ ലോകം ഭയക്കുക തന്നെ വേണം.
കാരണം ഈ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കൻ സൈനിക മേധാവി പോലും ട്രംപിന് നൽകിയിരുന്നത്. ഇതൊന്നും കേൾക്കാതെയാണ് യുദ്ധത്തിലേക്ക് ഇപ്പോൾ ട്രംപ് എടുത്തു ചാടിയിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ശരിക്കും അമേരിക്കൻ നേതൃത്വത്തെ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് വെലീനയുടെ ഒരു വിലയിരുത്തൽ. ഇത്തരം യുദ്ധങ്ങളുടെ വ്യാപ്തി എപ്പോഴും വലിയ ആശ്ചര്യങ്ങൾക്ക് ഇട നൽകുന്നതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇറാനിയൻ നേതൃത്വം ഒരു ബഹുതല ഘടനയാണ് എന്നും പുറത്തു നിന്നുള്ള ഒരാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രതിരോധ ശേഷിയുള്ള ഒരു ബഹുതല ഭരണ സംവിധാനമാണ് എന്നതൊന്നും അവരെന്തായാലും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി കാത്തിരുന്ന് കാണുന്ന രീതിയിലുള്ള രാജ്യങ്ങളും കമ്പനികളും നിലവിലെ യുദ്ധത്തിന്റെ മാത്രമല്ല യുക്രൈൻ മുതൽ ഗാസ, ഇറാൻ, അതുപോലെ തന്നെ ഇന്തോ പസഫിക്, തായ്വാൻ വരെയുള്ള പരസ്പര ബന്ധിതമായ ഭീകരപ്രവർത്തനങ്ങളുടെയും ഇരകളാകുമെന്നൊരു മുന്നറിയിപ്പും വെലീന നൽകിയിട്ടുണ്ട്. യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ കാഴ്ചപ്പാട് ഇസ്രായേലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ ചൈന അമേരിക്ക ഉച്ചകോടിക്ക് മുമ്പ് ചൈനയുടെ സ്ഥാനം ദുർബലപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചൈനയുടെ എല്ലാ പ്രധാന പങ്കാളികളെയും സഖ്യകക്ഷികളെയും നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ആണവ സ്ഥാപനങ്ങള്, നാവികസേന എന്നിവയുടെ പൂർണ്ണമായ നാശവും അമേരിക്കയുടെ അജണ്ടയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ചൈനയാണ് ശരിക്കും അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. എന്നാൽ ഇസ്രായേലിന്റെ ലക്ഷ്യം ഇപ്പോഴും ഭരണമാറ്റം മാത്രമാണ്. ഇതുതന്നെയാണ് NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഓസ്ട്രിയൻ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധയായിട്ടുള്ള വെലീന ടാക്കറോവയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.